ഇതേപോലത്തെ സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഹായ് എവരിവൺ, വെൽക്കം ടു ബാക്ക് ടു ബാലൻസ്. ബാക്ക് ടു ബാലൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം, അഥവാ നമ്മുടെ റിസ്റ്റിന്റെ ഭാഗത്ത് കൈക്കുഴയുടെ ഭാഗത്തുള്ള വേദനയെ കുറിച്ചാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു സ്റ്റിച്ചിങ് പോലെ ചില ആൾക്കാർ സർജറി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ ആൾക്കാർക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒരു പക്ഷേ ഒത്തിരി നേരമൊക്കെ ഈ ഭാഗം യൂസ് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ IT പ്രൊഫഷണൽസ്, അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ കമ്പ്യൂട്ടർ അധിക സമയം യൂസ് ചെയ്യുക, മൗസ് യൂസ് ചെയ്യുക, അതുപോലെ കീപാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ CTS എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ നമ്മൾ ഇതുപോലത്തെ ഒരു റോളിംഗ് സാധനം കൊണ്ട് കണ്ടോ, ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം. ഇത് ഒരു പോയിൻറ്റഡ് സാധനമാണ്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പറയുന്ന ഈ പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ അവരുടെ കൈ ഇങ്ങനെ വെക്കുക. നമ്മുടെ 2 തമ്പും ഇത് ഈ രൂപത്തിൽ തമ്പ് വെക്കുക. നമ്മൾ നേരെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുപോവുക. ദെൻ ഈ രീതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, മസാജിങ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ തമ്പ് വെച്ചിട്ട് ഇങ്ങനെയും കൊടുക്കാം. ഈ രൂപത്തിൽ മസാജ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ പറയുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോത്തിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും.